KSFയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായി. ശാഖയിലെ ഗോൾഡ് അപ്രൈസർ മലപ്പുറം കൊളത്തൂർ സ്വദേശി രാജനെയാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഇയാൾക്കൊപ്പം മറ്റു പ്രതികളും ഉണ്ടെന്നാണോ പോലീസ് മനസ്സിലാക്കുന്നത്? എന്താണ് ഈ അന്വേഷണത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ശരത്ത്, മറ്റു 5 പേർ കൂടി ഈ കേസിൽ പ്രതികളായി ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വളാഞ്ചേരി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വളാഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. KSFയുടെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്തുന്നത്. 221 പവൻ മുക്കുപണ്ടം പണയം വെച്ച് 1 കോടിയിലധികം രൂപ തട്ടിയെന്നായിരുന്നു ശാഖാ മാനേജർ പരാതി നൽകിയിരുന്നത്. പ്രതികൾ സമാന രീതിയിൽ പലതവണ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. കേസ് ഈ മറ്റു പ്രതികൾ ആരാണെന്നുള്ള സൂചനയുണ്ടോ? മറ്റു പ്രതികൾ ആരൊക്കെ ഇതുമായി ഈ ബാങ്ക് KSFയുമായി ബന്ധപ്പെട്ടവർ? ഒരാൾ ഗോൾഡ് അപ്രൈസർ ആണല്ലോ, മറ്റുള്ളവരോ? മറ്റ് 2 പേർ കൂടി ഈ ബ്രാഞ്ചിലെ ജീവനക്കാരാണ്. മറ്റുള്ളവർ വളാഞ്ചേരി തന്നെയുള്ളവരാണ്. വളാഞ്ചേരി കൊളത്തൂർ സ്വദേശികളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഏതാണ്ട് 10 അക്കൗണ്ടുകൾ തുറന്ന് 10 അക്കൗണ്ടുകളിലായാണ് ഈ പണം വാങ്ങിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നും ഈ വർഷം ഫെബ്രുവരി 18-നും ഇടയിലാണ് ഇത്ര വലിയ തിരിമറി ഈ KSFയിൽ നടന്നിട്ടുള്ളത്. ശരി സ്വാലിഹാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പക്ഷേ KSFയിൽ നിന്ന് തന്നെ അത്തരം ഒരു തിരിമറി കണ്ടെത്തുകയും അതേ തുടർന്ന് തന്നെ അവരെ പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തതിനെ തുടർന്നാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സ്വാലിഹ നൽകിയത്.